നമസ്കാരം സുഹൃത്തുക്കളെ. കണ്ണടച്ച് ഒരു നിമിഷം നിങ്ങൾ ഈ ലോകത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം എത്രത്തോളം വ്യാജമാണല്ലേ. നമ്മൾക്ക് ചുറ്റുമുള്ള മനുഷ്യർ, നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്നവർ, രാപ്പകലില്ലാതെ നമ്മൾ കൂടെ നടക്കുന്ന സുഹൃത്തുക്കൾ, ഇവരൊക്കെ നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? അതോ നമ്മുടെ കയ്യിലുള്ള പണത്തെയും നമ്മുടെ ജോലിയെയും നമ്മുടെ സ്വാധീനത്തെയുമാണോ അവർ സ്നേഹിക്കുന്നത്? ആധുനിക മനഃശാസ്ത്രം വളരെ കൃത്യമായി പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. ഈ ഭൂമിയിലെ 99% സ്നേഹവും വ്യവസ്ഥകൾക്ക് വിധേയമാണ്. അതായത്, മറ്റൊരാളിൽ നിന്നും തനിക്ക് എന്തെങ്കിലും ഒരു ഗുണം ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുകയുള്ളൂ. നിങ്ങളുടെ കയ്യിൽ പണമുള്ളപ്പോൾ, നിങ്ങൾ സമൂഹത്തിൽ വലിയൊരു നിലയിൽ നിൽക്കുമ്പോൾ, നിങ്ങളുടെ ചുറ്റും ആളുകളുടെ വലിയൊരു കൂട്ടം തന്നെ ഉണ്ടാകും. നിങ്ങൾ എന്ത് മണ്ടത്തരം പറഞ്ഞാലും അത് കേട്ട് കൈയടിക്കാനും ചിരിക്കാനും ഒരുപാട് പേരുണ്ടാകും. എന്നാൽ പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ കയ്യിലെ ആ പണം ഇല്ലാതായാൽ, നിങ്ങളുടെ ജോലി പോയാൽ, അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു കടക്കെണിയിൽ വീണുപോയാൽ, അന്ന് ഈ കൈയടിച്ചവരൊക്കെ എവിടെയായിരിക്കും? നിങ്ങളുടെ സ്വന്തം എന്ന് നിങ്ങൾ അഹങ്കരിച്ച പലരും നിങ്ങളെ കാണുമ്പോൾ വഴിമാറി നടക്കാൻ തുടങ്ങും. ഫോൺ വിളിച്ചാൽ എടുക്കാതാകും. അതാണ് ഈ ലോകത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം. എന്നാൽ ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വളരെ ആഴത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ലോകം മുഴുവൻ വ്യാജമാണെങ്കിലും, എല്ലാവരും സ്വാർത്ഥരാണെങ്കിലും, സ്വന്തം കാര്യമില്ലാതെ യാതൊരു വ്യവസ്ഥകളുമില്ലാതെ നിങ്ങളെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഒരൊറ്റ വ്യക്തി മാത്രമേയുള്ളൂ. നിങ്ങൾ കോടീശ്വരനാണെങ്കിലും, അതല്ല ഇനി നിങ്ങളെല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും, നിങ്ങളെ ഒരേപോലെ സ്നേഹിക്കാൻ, നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഒരാൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അത് നിങ്ങളുടെ അമ്മയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യത്തെക്കുറിച്ചാണ്. ഒരിക്കലും വഞ്ചിക്കാത്ത ഒരേ ഒരു സ്നേഹത്തെക്കുറിച്ചാണ്. ചിലപ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ കണ്ണുകളെ നനയിച്ചേക്കാം, നിങ്ങളുടെ ഉറക്കം കെടുത്തിയേക്കാം. പക്ഷേ ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും ഒരിക്കലെങ്കിലും കേട്ടിരിക്കേണ്ട, തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണിത്. ജീവിതത്തിൽ ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നത് അവൻ സാമ്പത്തികമായി പരാജയപ്പെടുമ്പോഴാണ്. നിങ്ങൾ വലിയൊരു ബിസിനസ് തുടങ്ങി, അത് പൂർണ്ണമായും തകർന്നുപോയി എന്ന് കരുതുക. ലക്ഷക്കണക്കിന് രൂപയുടെ കടം നിങ്ങളുടെ തലയിലായി. ആ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ കൂടെ ആരാണുണ്ടാവുക? ഇന്നലെ വരെ നിങ്ങളുടെ കാറിൽ കറങ്ങി നടന്ന സുഹൃത്തുക്കൾ ആരും അവിടെ കാണില്ല. ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് സ്വന്തമാക്കിയ നിങ്ങളുടെ പങ്കാളി പോലും നിങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാം. നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ പണിക്ക് പോകേണ്ട എന്ന്, നിങ്ങളുടെ പിടിപ്പുകേടുകൊണ്ടല്ലേ നമ്മൾ ഈ ഗതിയിലായത് എന്ന് സ്വന്തം ഭാര്യ ചോദിക്കുമ്പോൾ ഒരു പുരുഷന്റെ ഹൃദയം പറഞ്ഞു പോകുന്ന വേദനയായിരിക്കും അവനുണ്ടാവുക. താൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവർ പോലും തന്റെ പരാജയത്തിൽ തന്നെ കുറ്റപ്പെടുത്തുകയാണല്ലോ എന്നോർത്ത് അവൻ തളർന്നുപോകും. മുറി അടച്ചിരുന്ന് അവൻ ശബ്ദമില്ലാതെ കരയും. എന്നാൽ ഈ ലോകം മുഴുവൻ അവനെതിരെ തിരിയുമ്പോഴും അവന്റെ സങ്കടം കണ്ട് സ്വന്തം നെഞ്ചു പൊട്ടുന്ന ഒരാൾ ആ വീടിന്റെ ഒരു കൂണിലുണ്ടാകും. അത് അവന്റെ അമ്മയാണ്. ആ അമ്മ ഒരിക്കലും അവനെ കുറ്റപ്പെടുത്തില്ല. നീ എന്തിനാണ് ആ ബിസിനസ് ചെയ്യാൻ പോയതെന്ന് ചോദിച്ച് അവനെ വീണ്ടും തളർത്താൻ ആ അമ്മയ്ക്ക് കഴിയില്ല. പകരം അവൾ അവന്റെ അടുത്തേക്ക് വരും. അവന്റെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് വളരെ പതുക്കെ ചോദിക്കും, മോനെ, നീ ഇന്നൊന്നും കഴിച്ചില്ലല്ലോ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്കത് ശരിയാക്കാം. നീ വന്ന് കുറച്ച് ചോറുണ്ണാൻ നോക്ക്. ആ ഒരൊറ്റ ചോദ്യത്തിൽ, ആ ഒരു സ്പർശനത്തിൽ അവൻ അനുഭവിക്കുന്ന ആ ആശ്വാസം ഈ ലോകത്ത് കോടികൾ കൊടുത്താൽ പോലും അവന് കിട്ടില്ല. നിങ്ങളുടെ ബാങ്ക് ബാലൻസോ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളോ നോക്കിയല്ല അവൾ നിങ്ങളെ സ്നേഹിക്കുന്നത്. നിങ്ങൾ അവളുടെ വയറ്റിൽ കിടന്ന അന്നു മുതൽ നിങ്ങളെ മുഖം പോലും കാണുന്നതിന് മുൻപേ തുടങ്ങിയതാണ് അവളുടെ ആ നിരുപാധികമായ സ്നേഹം. ഈ ലോകം മുഴുവൻ നിങ്ങളൊരു പരാജയമായി കണ്ടാലും നിങ്ങളുടെ അമ്മയുടെ കണ്ണിൽ നിങ്ങൾ എക്കാലവും വലിയൊരു വിജയമായിരിക്കും. അവളുടെ സ്വന്തം രാജാവായിരിക്കും. നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഒന്നോർത്തു നോക്കൂ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സന്തോഷവും, നമ്മൾ ധരിക്കുന്ന ഈ നല്ല വസ്ത്രങ്ങളും, നമ്മുടെ ഈ വലിയ ജോലിയും ഒക്കെ എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? അതിനു പിന്നിൽ ഒരിക്കലും പുറത്തു കാണാത്ത വലിയൊരു ത്യാഗത്തിന്റെ കഥയുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ ദാരിദ്ര്യമുണ്ടായിരുന്ന കാലത്ത് അച്ഛൻ കൊണ്ടുവരുന്ന കുറഞ്ഞ പലചരക്ക് സാധനങ്ങൾ വെച്ച് എല്ലാവർക്കും എങ്ങനെ ഭക്ഷണം തികയ്ക്കും എന്ന് ചിന്തിച്ച് അടുക്കളയിൽ ഉരുകിയ ഒരു അമ്മയുണ്ടായിരുന്നു. വീട്ടിലാകെ കുറച്ച് മീനോ അല്ലെങ്കിൽ ഇറച്ചിയോ ഉള്ളപ്പോൾ അതിലേറ്റവും നല്ല കഷ്ണമെടുത്ത് മക്കളുടെ പാത്രത്തിലേക്ക് വിളമ്പി വെച്ചിട്ട് അവരത് ആർത്തിയോടെ കഴിക്കുന്നത് കണ്ട് വയറ് വെറിഞ്ഞവളാണ് അമ്മ. അമ്മയ്ക്ക് വേണ്ടേന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, എനിക്കിതൊന്നും വലിയ ഇഷ്ടമല്ല മോനെ, നീ കഴിക്കേ എന്ന് പറഞ്ഞ് വെറും ചാറുകൂട്ടി ചോറുണ്ടവളാണവൾ. സ്വന്തം വിശപ്പ് മറന്നുകൊണ്ട് മക്കളുടെ വിശപ്പകറ്റിയ ആ വലിയ ത്യാഗത്തിന് പകരം നൽകാൻ ഈ ഭൂമിയിൽ ഏത് ദൈവത്തിനാണ് കഴിയുക? ചാണക്യൻ പറയുന്നത് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ തപസ് അവളുടെ മാതൃത്വമാണ് എന്നാണ്. തനിക്ക് പുതിയൊരു സാരി വാങ്ങാൻ വെച്ചിരുന്ന പൈസയെടുത്ത് മക്കൾക്ക് പുസ്തകം വാങ്ങിക്കൊടുത്ത, സ്വന്തം ശരീരത്തിലെ വേദനകൾ കടിച്ചമർത്തി മക്കൾക്ക് വേണ്ടി രാപകലില്ലാതെ ജോലി ചെയ്ത ആ അമ്മയുടെ ത്യാഗത്തിന്റെ മുകളിലാണ് നമ്മൾ ഈ കാണുന്ന സാമ്രാജ്യം മുഴുവൻ പടുത്തുയർത്തിയിരിക്കുന്നത്.
നിങ്ങളുടെ കുഞ്ഞുനാളിൽ നിങ്ങൾക്കൊരു പനി വന്നാൽ രാത്രി മുഴുവൻ ഉറങ്ങാതെ നിങ്ങളുടെ നെറ്റിയിൽ നനഞ്ഞ തുണിവെച്ച് പ്രാർത്ഥനകളോടെ കാവലിരുന്നവൾ. ആ അമ്മയുടെ കണ്ണുനീരിനും വിയർപ്പിനും നിങ്ങൾ ഈ ജീവിതത്തിൽ എന്ത് വിലയാണ് നൽകിയിട്ടുള്ളത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാലം വളരെ വേഗത്തിൽ കടന്നുപോകും. നമ്മൾ വലുതാകും. നമ്മൾക്ക് പുതിയ സുഹൃത്തുക്കളെ കിട്ടും. നമ്മൾ പഠിക്കാൻ വേണ്ടി കോളേജുകളിൽ പോകും. വലിയ ജോലി വാങ്ങി നമ്മൾ പുതിയ നഗരങ്ങളിലേക്ക് ചേക്കേറും. പിന്നീട് നമ്മൾക്ക് സ്വന്തമായൊരു കുടുംബമുണ്ടാകും. ഭാര്യയും മക്കളുമൊക്കെയായി നമ്മുടെ ലോകം വല്ലാതെ മാറും. ഈ തിരക്കുകൾക്കിടയിൽ നമ്മൾ പലപ്പോഴും ഒരു വ്യക്തിയെ മറന്നുപോകും. നമ്മളെ ഈ നിലയിലെത്തിച്ച നമ്മുടെ സ്വന്തം അമ്മയെ. നമ്മൾ വലുതാവും തോറും അമ്മയ്ക്കു പ്രായമായിക്കൊണ്ടിരിക്കുകയാണെന്ന വലിയ സത്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. അവരുടെ കാഴ്ചകൾ മങ്ങാൻ തുടങ്ങും. കേൾവി കുറയും. ഓർമ്മകൾക്ക് മങ്ങലേൽക്കും. ഇന്നലെ വരെ ആ വീടിന്റെ നെടുന്തൂണായിരുന്നവൾ ഇന്ന് ആരുമില്ലാത്ത ഒരു മൂലയിലേക്ക് ഒതുങ്ങാൻ തുടങ്ങും. നിങ്ങളുടെ ഫോണിലേക്ക് എപ്പോഴും വരുന്ന ഒരു കോൾ ഉണ്ടാകും. മോനെ, നീ ഭക്ഷണം കഴിച്ചോ? എപ്പോഴാ വീട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള അമ്മയുടെ കോൾ. എന്നാൽ നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ആ കോൾ നിങ്ങൾക്ക് വലിയൊരു ശല്യമായി തോന്നും. എനിക്കിവിടെ ഭയങ്കര തിരക്കാണമ്മേ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഫോൺ വയ്ക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന വലിയൊരു ശൂന്യതയുണ്ട്, വലിയൊരു സങ്കടമുണ്ട്. അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ പണമോ വില കൂടിയ സമ്മാനങ്ങളോ ഒന്നും ആവശ്യമില്ല. ദിവസം ഒരു 5 മിനിറ്റ് നിങ്ങൾ അവരോട് സംസാരിക്കുന്നത് കേൾക്കാൻ മാത്രമാണ് ആ പാവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ജോലി കഴിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കായി ഉണ്ടാക്കിവെച്ച ഭക്ഷണം ചൂടാക്കിത്തരാൻ കാത്തിരിക്കുന്ന ആ അമ്മയെ പലപ്പോഴും നമ്മൾ അവഗണിക്കാറാണ് പതിവ്. പുറത്തുനിന്ന് കഴിച്ചു, വിശപ്പില്ല എന്നു പറഞ്ഞ് നമ്മൾ മുറിയിലേക്ക് പോകുമ്പോൾ താൻ സ്നേഹത്തോടെ ഉണ്ടാക്കിയ ആ ഭക്ഷണം ആരും കഴിക്കാതെ പോയല്ലോ എന്നോർത്ത് അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ടാകും. മാതാപിതാക്കളെ അവസാന കാലത്തെ അവഗണിക്കുന്ന ഇന്നത്തെ തലമുറയോട് ആചാര്യ ചാണക്യൻ നൽകുന്ന വളരെ ശക്തമായൊരു മുന്നറിയിപ്പുണ്ട്. നിങ്ങൾ എത്ര വലിയ സാമ്രാജ്യം വെട്ടിപ്പിടിച്ചാലും, ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കാൽക്കീഴിലാണെങ്കിലും, നിങ്ങളുടെ അമ്മയുടെ കണ്ണിൽ നിന്ന് സങ്കടം കൊണ്ട് ഒരു തുള്ളി കണ്ണുനീർ താഴെ വീണാൽ നിങ്ങളുടെ സർവനാശവും അവിടെ തുടങ്ങും. ഇത് വെറുമൊരു ശാപമല്ല, ഇതൊരു പ്രപഞ്ച സത്യമാണ്. യൗവനത്തിൽ നമ്മൾ വലിയ അഹങ്കാരത്തോടെ നടക്കും. സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ ആളാകാൻ വേണ്ടി പലപ്പോഴും നമ്മൾ സ്വന്തം മാതാപിതാക്കളെ അപമാനിച്ചെന്നു വരും. ഭാര്യയുടെ വാക്ക് കേട്ട് അവരെ വീടിന്റെ പുറത്തെ മുറിയിലേക്ക് മാറ്റിയവരുണ്ട്. ചിലവ് നോക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവരെ അനാഥാലയങ്ങളിൽ കൊണ്ടുപോയി ആക്കിയവരുണ്ട്. എന്നാൽ ഓർക്കുക, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് എന്താണോ ചെയ്യുന്നത്, അത് നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് തിരികെ ചെയ്യും. പ്രകൃതിയുടെ നിയമം വളരെ കൃത്യമാണ്. നിങ്ങൾ ഇന്ന് കൊടുക്കുന്ന ആ സങ്കടം നാളെ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ 10 മടങ്ങായി നിങ്ങളെ തിരികെ വേട്ടയാടും. അന്ന് നിങ്ങളുടെ ഭാര്യയും നിങ്ങളെ ഉപേക്ഷിച്ചു പോയേക്കാം. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം പോലും തരാതെ നിങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞേക്കാം. അന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒറ്റപ്പെടലിൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ ആർക്കാണോ വില കൊടുക്കാതിരുന്നത് അവർ മാത്രമായിരുന്നു ഈ ലോകത്ത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നതെന്ന്. പക്ഷേ അന്നത് തിരിച്ചറിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലം നിങ്ങളവിടെ അനുഭവിച്ചേ തീരൂ. മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയാമോ? നമ്മുടെ കയ്യിലൊരു സാധനമുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും അതിന്റെ വില മനസ്സിലാക്കില്ല. അത് പൂർണ്ണമായും നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നാം അതിന്റെ മൂല്യം തിരിച്ചറിയുന്നത്. അമ്മയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. അവർ ജീവനോടെ കൂടെയുള്ളപ്പോൾ നമ്മൾ പലപ്പോഴും അവരോട് ദേഷ്യപ്പെടും. അവരുടെ സ്നേഹപ്രകടനങ്ങളെ പുച്ഛിക്കും. അവർ പറയുന്ന ഉപദേശങ്ങൾ നമുക്ക് വലിയ ബോറടിയായി തോന്നും. എന്നാൽ പെട്ടെന്നൊരു ദിവസം തീർത്തും അപ്രതീക്ഷിതമായി അവർ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആ നിമിഷം നമ്മൾ അനുഭവിക്കുന്ന ഭയാനകമായൊരു ശൂന്യതയുണ്ട്. മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ സ്വന്തം വീടുകളിലേക്ക് തിരികെ പോയി കഴിയുമ്പോൾ ആ വലിയ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കാകും. അപ്പോൾ ആ വീടിന്റെ ഓരോ കോണിലും നിങ്ങൾ അവരെ തിരയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാപ്പിയുമായി വരുന്ന ആ രൂപം അവിടെ ഉണ്ടാകില്ല. നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ വാതിൽക്കൽ നോക്കി നിൽക്കാൻ ആരുമുണ്ടാകില്ല. നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനോ എന്റെ മോൻ ഒന്നും വരില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനോ പിന്നെ ഈ ഭൂമിയിൽ ആരുമുണ്ടാകില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ താലോലിക്കാൻ, അവർക്ക് കഥകൾ പറഞ്ഞുകൊടുക്കാൻ ആ മുത്തശ്ശി ഉണ്ടാകില്ല. അന്ന് നിങ്ങൾ ആ പഴയ ഓർമ്മകൾക്ക് മുന്നിൽ നിന്ന് പൊട്ടിക്കരയും. ഒരിക്കൽ കൂടി എൻ്റെ അമ്മയൊന്ന് തിരികെ വന്നിരുന്നെങ്കിൽ അവരോടെനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അവർക്കൊരുപാട് സ്നേഹം എനിക്ക് കൊടുക്കാനുണ്ടായിരുന്നു എന്ന് നിങ്ങൾ നിലവിളിക്കും. പക്ഷേ എത്ര കോടികൾ കൊടുത്താലും എത്ര വിലപിച്ചാലും ആ അമ്മ ഒരിക്കലും തിരികെ വരില്ല. മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ വലിയ ഫോട്ടോ ഫ്രെയിം ചെയ്ത് ചുവരിൽ തൂക്കിയിട്ടോ അല്ലെങ്കിൽ അവരുടെ കല്ലറയിൽ വലിയ പട്ടുവിരിച്ചോ യാതൊരു കാര്യവുമില്ല. ജീവനുള്ളപ്പോൾ അവർക്ക് വേണ്ടത് നിങ്ങളുടെ വില കൂടിയ സമ്മാനങ്ങളല്ല, നിങ്ങളുടെ സമ്പത്തല്ല. അവരാഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പമുള്ള കുറച്ച് നിമിഷങ്ങളാണ്.
നിങ്ങൾ അവരെ ഒന്ന് ചേർത്തു പിടിക്കുന്നത്, അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ മാത്രമാണ് അവർ കൊതിക്കുന്നത്. സുഹൃത്തെ, ഈ നിമിഷം നിങ്ങളുടെ അമ്മ ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് എന്ന് തിരിച്ചറിയുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും എത്ര വലിയ തിരക്കിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഒന്ന് വിളിക്കുക. നിങ്ങൾക്ക് നേരിട്ട് പോകാൻ കഴിയുമെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെല്ലുക. അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചു ചോദിക്കുക, അമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും വേണമോ? അമ്മയ്ക്ക് സുഖമാണോ എന്ന്. ആ ഒരൊറ്റ നിമിഷം അവരുടെ കണ്ണുകളിൽ കാണുന്ന വലിയൊരു തിളക്കമുണ്ട്. അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു ചിരിയുണ്ട്. ഈ ലോകത്തിലെ സകല സമ്പത്തും ഒരുമിച്ച് ചേർത്തു വെച്ചാലും ആ ഒരു പുഞ്ചിരിക്ക് പകരം വയ്ക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. സുഹൃത്തുക്കൾ നിങ്ങളുടെ യാത്രയിലെ വെറും സഹയാത്രികൾ മാത്രമാണ്. എന്നാൽ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, നിങ്ങളെ ഈ കാണുന്ന രൂപത്തിൽ മനുഷ്യനാക്കിയത് ആ ഒരൊറ്റ സ്ത്രീയാണ്. അവരെ ഒരിക്കലും കരയിപ്പിക്കരുത്. നിങ്ങളുടെ ഭാവി എത്ര ശോഭനമാണെങ്കിലും, നിങ്ങളുടെ പദവികൾ എത്ര വലുതാണെങ്കിലും അമ്മയുടെ കാൽക്കീഴിലാണ് യഥാർത്ഥ സ്വർഗമിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ലോകം മുഴുവൻ നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും, നിങ്ങൾക്ക് പരാജയങ്ങൾ മാത്രം സംഭവിച്ചാലും, നിങ്ങളുടെ കൂടെ ഒരു മല പോലെ ഉറച്ചു നിൽക്കാൻ ആ ഒരൊറ്റ സത്യം മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. ആ സത്യത്തെ, ആ വലിയ സ്നേഹത്തെ ഇനിയെങ്കിലും തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകും. നിങ്ങളുടെ വിജയങ്ങൾ സമാധാനം നിറഞ്ഞതാകും. നിങ്ങളുടെ ജീവിതത്തിൽ അമ്മ എത്രത്തോളം വലിയൊരു സ്വാധീനമാണെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ വിജയങ്ങൾക്ക് പിന്നിലെ ആ വലിയ ത്യാഗത്തെ ഈ നിമിഷം ഓർക്കുക. സ്വന്തം അമ്മയെ ജീവൻ തുല്യം സ്നേഹിക്കുന്നവർ ഒരിക്കലെങ്കിലും ഈ വീഡിയോ കണ്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ലവ് യു അമ്മ എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ഈ സ്നേഹം എല്ലാവരിലേക്കും എത്തുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.